പക്ഷേ ഇത് എമ്പുരാന് മുടക്കിയിരിക്കുന്ന പണം കണ്ടെത്താൻ, അതിന്റെ സോഴ്സ് കണ്ടെത്താനാണെന്ന് ഓർഗനൈസറിലെ ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ട് തുറന്നു പറയാൻ മടിക്കുന്നു? ഇവിടെ നിജേഷ് പറയുന്നു ഈ വണ്ടി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്, ഇവരെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്ന് സൂക്ഷിച്ചോളാൻ. അല്ല മഞ്ജുഷെ, പ്രധാനമായിട്ട് ഇത് ഈ പറയുന്ന എമ്പുരാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആണെന്ന് പറയുവാനുള്ള ചങ്കൂറ്റമൊക്കെ സംഘപരിവാറിനെ സംബന്ധിച്ചുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരിക്കലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെ പോലെ അല്ലല്ലോ. കോൺഗ്രസിന് വലിയ പാരമ്പര്യമാണ്. എം എ മൊത്തയുടെ പുസ്തകം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്നറിയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കഥ വന്ന പുസ്തകമാണ് എം എ മൊത്തയുടെ പുസ്തകം. ആ പുസ്തകം നിരോധിച്ചവരാണ് ഇവര്. അതേപോലെ തന്നെ നേരത്തെ വിനുഗിരിയത്ത് പറഞ്ഞ പോലെ സാംബശിവനെ സ്റ്റേജിൽ നിന്നാണ് ഇറക്കിക്കൊണ്ടുപോയത്. 10 മാസക്കാലാണ് അദ്ദേഹത്തെ ജയിലിലിട്ടത്. ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ. വരും ഒരാൾ പോലും എമ്പുരാൻ സിനിമയ്ക്കെതിരായിട്ട് ഒരു പ്രകടനം പോലും നടത്തിയിട്ടില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ ഒരു നേതാവും അതിനെതിരായിട്ട് പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഇതിനെതിരായിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന പ്രാധാന്യത്തെ കുറിച്ചിട്ട്, തെറ്റായിട്ട് ചരിത്രം എഴുതുന്നതിനെ കുറിച്ചിട്ട് ആരും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാല് അത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മാത്രം വരുന്നൊരു സംഭവമാണ്. കാരണം കോൺഗ്രസിന്റെ ഞാനെന്ന് പറഞ്ഞാല് അരുൺഷവരുടെ പുസ്തകമുണ്ട്, എമിനന്റ് ഹിസ്റ്റോറിയൻസ് ദെയർ ടെക്നിക്സ് ദെയർ ഫ്രോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണം മുടക്കിയിട്ട് ചില ചരിത്രകാരന്മാരെ കൊണ്ട് ചരിത്രം എഴുതിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ പുസ്തകത്തിന്റെ പേരാത്. എന്റെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ പല ചരിത്രകാരന്മാരായിരിക്കുന്ന ആളുകൾ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് പണം വാങ്ങിച്ചു, എന്നിട്ട് അവരാരും ചരിത്രം എഴുതിയില്ല. കാരണം ചരിത്രം എഴുതുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ താല്പര്യപ്രകാരമുള്ള ചരിത്രമാണ്. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ച് പണം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇതൊന്നും വാസ്തവത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് സത്യസന്ധമായിട്ട് 2 വർഷക്കാലത്തിന് മുമ്പ് കൊടുത്തിട്ടുള്ള നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അന്വേഷണം നടക്കാമോ? എമ്പുരാൻ സിനിമ ഇറങ്ങിയ കാലമാണ്, ഇത് അംഗീകരിക്കാമോ? അവിടെയാണ് ബഹുമാനപ്പെട്ട നമ്മൾ പറയുന്ന ഗോകുലം ഗോപാലൻ 600 കോടി റുപ്യയാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 370 കോടി റുപ്യ ക്യാഷ് ആയിട്ടാണ്. ഇതെങ്ങനെ നിഷേധിക്കുക? ഇത് തെറ്റാണെങ്കിൽ പറയൂ, അത് തെറ്റാണെന്ന് പറയൂ. തെറ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ. ഇവരാരും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇവർക്കെതിരായിട്ട് പ്രകടനം നടത്തിയിട്ടില്ലല്ലോ, ഇതൊന്നും ആരും ചെയ്തിട്ടില്ല. മറിച്ച് അദ്ദേഹം പണം കൊണ്ടുവന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ള വഴിക്കാണ്. അല്ലാതെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധം, അതായത് കൂട്ടിക്കെട്ടിക്കൊണ്ട് എമ്പുരാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി പരിശ്രമിക്കുന്നത് വളരെ മോശമാണ്. എമ്പുരാൻ സിനിമ അവിടെ ഗോകുലം ഗോപാലിനുള്ള ബന്ധം, ലൈക്കയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്നാണ്. അപ്പോൾ അവിടെ എമ്പുരാൻ ബന്ധമാണല്ലോ അന്വേഷിക്കുന്നത്. അല്ല, അത് ഒരു ലേഖകൻ എഴുതുന്ന ലേഖനത്തിനകത്ത് വരുന്ന വാക്കുകൾ വെച്ചിട്ട് അത് ഓർഗനൈസറിൻ്റെതാണ്, ഔദ്യോഗികമാണ്, RSSന്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയത തോന്നുന്നുണ്ട്. ഇപ്പൊ ചാനൽ ചർച്ചയിൽ ഞാൻ വന്നിരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും RSSന്റെ ഔദ്യോഗിക ഭാഷയല്ല. ഞാൻ പറയുന്ന വ്യക്തിപരമായിട്ടുള്ള ഭാഷയാണ്. സമാനമായിട്ടുള്ള രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ലേഖനത്തിൽ പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരെയും സംബന്ധിച്ചുകൊണ്ട് അത് തന്നെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ലേഖനത്തിൽ പറഞ്ഞുകൂടാ? ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ED അന്വേഷണം വേണം എന്ന് ലേഖനത്തിൽ ആവശ്യപ്പെട്ടുകൂടാ? എന്തുകൊണ്ട് ഇൻകം ടാക്സിന്റെ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൂടാ? ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതിനെ സംബന്ധിച്ച്. കാരണം ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഗോകുലം ഗോപാലിന്റെ ആയാലും കൊള്ളാം, പൃഥ്വിരാജിന്റെ ആയാലും കൊള്ളാം, ദീർഘകാലമായിട്ടുള്ള അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുന്ന സമയത്ത് ഇത്തരം ചില തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ അവർ പല സമയത്ത് പാലിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? അത് ഗോകുലം ഗോപാലനായതിന്റെ പേരിൽ ഹിന്ദുവാണ്, അതുകൊണ്ട് ഗോകുലം ഗോപാലിനെ വിടണം എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ വ്യക്തിപരമായുള്ള അഭിപ്രായം, ഗോകുലം ഗോപാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും വേണ്ടി വന്നാൽ മോഹൻലാലിന്റെയും വീട് വരേക്കും റെയ്ഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം, അന്വേഷണം നടത്താൻ തയ്യാറാവണം. ഇവര് വരുമാനത്തെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് ചില ആളുകൾ പണം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളക്കണക്കുകൾ ഉണ്ടാക്കുക, എന്നിട്ട് തിയേറ്ററിൽ വലിയ തിരക്കായിരുന്നു എന്നൊക്കെ പറയുക. ഒരു തിരക്കുമില്ലാത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് തിരക്കുകൾ പറഞ്ഞുണ്ടാക്കുക, കോടിക്കണക്കിന് ഉറുപ്പിക കളക്ഷൻ കിട്ടിയെന്ന് പറയുക. നിങ്ങളൊന്ന് കണക്ക്, ഞാൻ എൻ്റെ കണക്കുണ്ടല്ലോ, നമ്മൾ 1450 കോടി റുപ്യയാണ് ബാഹുബലിയുടെ വരവ്. അതിന് 22% വിദേശ കളക്ഷൻ വരുന്നത്. ഈ സിനിമയ്ക്ക് 232 കോടിയാണ്. അതിൽ വരുന്നതിൽ 64% വരുന്ന പണം വിദേശത്ത് നിന്നാണ്.
എന്റെ കോൺഗ്രസിന്റെ സുഹൃത്ത് മനസ്സിലാക്കണം നിജേഷേ, 64% വിദേശത്തു നിന്നാണ് വരുന്നത്. അതും അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഫെമയുടെ ലംഘനമല്ലേ എന്നുള്ളത് ആർക്കെങ്കിലും സംശയം തോന്നിയാല് ആ സംശയവും ഇതുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. അതിന്റെ കാര്യങ്ങൾ വരാൻ വേണ്ടി പോണേ ഉള്ളൂ. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യത്തിൽ വന്ന കാര്യങ്ങള് ഇ ഡി ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് നിലവില് എമ്പുരാനെ സംബന്ധിച്ച് വന്നിട്ടില്ല. എമ്പുരാനെ സംബന്ധിച്ച് നാളെ അന്വേഷണം വന്നാല് ഈ അന്വേഷണം തെറ്റാണ് എന്ന് ഞാൻ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല. ശരി, ശ്രീ നിജേഷ് ഏകദേശം 600 കോടി രൂപയുടെ ഫെമ ലംഘനമാണ് ഇവിടെ ഇ ഡി ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. കണ്ടെത്തിയത് അപ്പോൾ അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇ ഡി അത് തെളിവുകൾ കിട്ടിയ കാര്യമല്ലേ റിലീസ് രൂപത്തിൽ വെളിയിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ അത് അന്വേഷിക്കേണ്ട, കണ്ടെത്തേണ്ട എന്നാണോ? എന്ത് നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ. ഗോകുലം ഗോപാലൻ